അടിപൊളി ത്രില്ലർ ഡ്രാമയായ എ ഷോപ്പ് ഫോർ കില്ലേഴ്സ് സീസൺ 2 എല്ലാവർക്കും സ്വാഗതം. സീസൺ 1 കാണാത്തവരാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സീസൺ 1 ജിയോങ് ജിയാൻ എന്ന കോളേജ് വിദ്യാർത്ഥിനിയെ കാണിക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ അവൾക്ക് അവളുടെ മാതാപിതാക്കളെ നഷ്ടപ്പെടുന്നു. അതിനുശേഷം അവളെ വളർത്തുന്നത് അമ്മാവനായ ജിയോങ് ജിൻമാൻ ആണ്. പുറമെ നോക്കുമ്പോൾ സാധാരണക്കാരനായ അദ്ദേഹം ജിയാനെ എപ്പോഴും അപകടങ്ങളെ നേരിടാനും സ്വയം രക്ഷപ്പെടാനും പരിശീലിപ്പിക്കാറുണ്ട്. അന്ന് അതിന്റെ കാരണം അവൾക്ക് മനസ്സിലായിരുന്നില്ല. ഒരു ദിവസം ജിൻമാൻ മരിച്ചെന്ന വാർത്ത ജിയാനെ തേടിയെത്തുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലെ അജ്ഞാതരായ പ്രൊഫഷണൽ കൊലയാളികൾ ജിയാനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് അമ്മാവൻ നടത്തിയിരുന്നത് സാധാരണ ബിസിനസ് അല്ലെന്നും രഹസ്യമായി കൊലയാളികൾക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു നൽകുന്ന ഒരു നെറ്റ്വർക്കിന്റെ തലവനായിരുന്നുവെന്നും അവൾ തിരിച്ചറിയുന്നത്. തുടർന്ന് ജിയാൻ തന്റെ അമ്മാവൻ പഠിപ്പിച്ച എല്ലാ പാഠങ്ങളും ഉപയോഗിച്ച് ജീവൻ രക്ഷിക്കാൻ പോരാടുന്നു. അതോടൊപ്പം ജിൻമാന്റെ രഹസ്യഭൂതകാലവും അദ്ദേഹത്തിന്റെ ശത്രുക്കളും അവളെ വേട്ടയാടാൻ കാരണം എന്താണെന്നും ഓരോ എപ്പിസോഡുകളിലും വെളിപ്പെടുന്നു. സീസൺ 1 അവസാനിക്കുമ്പോൾ ജിൻമാന്റെ മരണത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന സത്യം പുറത്തുവരികയും ജിയാന്റെ പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സീസൺ 2 വലിയ തുടക്കം ഒരുക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇപ്പോഴുള്ള സീസൺ 2 ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എ ഷോപ്പ് ഫോർ കില്ലേഴ്സ് സീസൺ 2 ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എ ഷോപ്പ് ഫോർ കില്ലേഴ്സ് സീസൺ 2 ആദ്യ എപ്പിസോഡ് ബാബിലോണിന്റെ രഹസ്യ കേന്ദ്രങ്ങളിലുള്ളിലെ ഒരു ഞെട്ടിക്കുന്ന രംഗത്തോടെയാണ് തുടങ്ങുന്നത്. ബെയിലിന്റെ വേഷം ധരിച്ച ഒരാൾ വളരെ ആത്മവിശ്വാസത്തോടെ കെട്ടിടത്തിനുള്ളിലൂടെ നടക്കുകയാണ്. ജീവനക്കാർ എല്ലാവരും അദ്ദേഹത്തിന് വഴി മാറി നിൽക്കുമ്പോൾ ഒരു ജൂനിയർ ജീവനക്കാരന് എന്തോ സംശയം തോന്നുന്നു. അയാൾ പ്രതികരിക്കുന്നതിന് മുൻപ് തന്നെ ആ അജ്ഞാതൻ അവനെ ആക്രമിച്ച് ബോധരഹിതനാക്കുകയാണ്. തുടർന്ന് ശക്തമായ ഒരു തോക്ക് ഉപയോഗിച്ച് മതിലിൽ വലിയൊരു ദ്വാരമുണ്ടാക്കുന്നു. ആ മതിലിന് പിന്നിൽ യഥാർത്ഥ ബെയിലും യോങ് ഹാനും നിൽക്കുകയാണ്. അപ്പോഴാണ് ആ മനുഷ്യൻ ധരിച്ചിരുന്ന ബെയിലിന്റെ മുഖംമൂടി മാറ്റുന്നത്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അത് ജിയോങ് ജിൻമാൻ ആണെന്ന് വെളിപ്പെടുന്നു. എല്ലാവരും മരിച്ചെന്ന് കരുതിയ ജിൻമാൻ യഥാർത്ഥത്തിൽ ജീവനോടെയുണ്ടെന്നും അദ്ദേഹത്തിന്റെ മരണം വളരെ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത ഒരു നാടകമായിരുന്നുവെന്നും ആദ്യ മിനിറ്റുകളിൽ തന്നെ എപ്പിസോഡിൽ വെളിപ്പെടുന്നു. ശേഷം കഥ പഴയ സംഭവങ്ങളിലേക്ക് പോകുന്നു. ജിയാന്റെ ജീവിതം തകർന്നു പോയ ആ ദിവസങ്ങളിലേക്കാണ് ഫ്ലാഷ് ബാക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. സ്വന്തം മൃതദേഹം എന്ന് തോന്നിക്കുന്ന രീതിയിൽ ബാത്ത് ടബിൽ ഒരു മൃതദേഹം ഒരുക്കിയിരിക്കുന്നത് ജിൻമാൻ ഒളിച്ചിരുന്ന് നോക്കുകയാണ്. ആ മൃതദേഹം എങ്ങനെ തയ്യാറാക്കിയെന്നത് സീരീസ് വിശദീകരിക്കുന്നില്ലെങ്കിലും അത് എല്ലാവരെയും വിശ്വസിപ്പിക്കുന്ന തരത്തിലായിരുന്നു. ജിൻമാൻ ഒളിവിൽ കഴിയുമ്പോൾ ജിയോങ് മിൻ അവിടെ എത്തി മൃതദേഹം കണ്ടെത്തിയതുപോലെ അഭിനയിക്കുകയാണ്. ഇതോടെ ബാബിലോണും പോലീസും ജിയാനും ഉൾപ്പെടെ എല്ലാവരും ജിൻമാൻ മരിച്ചെന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് പോലീസ് ഓഫീസറായ പാർക്ക് ജിൻവു ഒരു ഷിപ്പിംഗ് കണ്ടെയ്നറുള്ളിലെ രഹസ്യ പ്രവേശന കവാടം വഴി ഭൂഗർഭ ബങ്കറിലേക്ക് എത്തുന്നു. അവിടെ ജിൻമാനും പാസിനും അത്യുഗ്രൻ ഹാക്കറായ ഉത്തര കൊറിയൻ അഭയാർത്ഥി ചിയോൾ സൂങ്ങും കാത്തിരിക്കുകയാണ്. ബാബിലോൺ താൻ മരിച്ചുവെന്ന് വിശ്വസിക്കുന്നതിനാൽ സത്യം പുറത്തറിയുന്നതിന് മുൻപ് തനിക്ക് വെറും 62 മണിക്കൂർ മാത്രമേ ഉള്ളൂവെന്ന് ജിൻമാൻ പറയുന്നു. ആ സമയത്തിനുള്ളിൽ തന്നെ ബാബിലോണിനെതിരെ ഏറ്റവും വലിയ പ്രഹരം നൽകാനാണ് അദ്ദേഹത്തിന്റെ പദ്ധതി. ബാബിലോണിന്റെ പ്രധാന കേന്ദ്രം ഒരു സാധാരണ അരിമില്ലിന്റെ രൂപത്തിൽ ഒളിപ്പിച്ചിരിക്കുന്നതായി ജിൻമാൻ വിശദീകരിക്കുന്നു. അതിനുള്ളിൽ ബാബിലോണിന്റെ എല്ലാ രഹസ്യ വിവരങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന അതീവ സുരക്ഷയുള്ള ഒരു സർവർ ഉണ്ട്. വർഷങ്ങളായി നടത്തിയ കൊലപാതക കരാറുകൾ, ക്ലയന്റുകളുടെ വിവരങ്ങൾ, നിയമവിരുദ്ധ ഇടപാടുകൾ തുടങ്ങി എല്ലാ രേഖകളും അതിലുണ്ട്. സാധാരണയായി ഈ സർവർ വെള്ളത്തിനടിയിൽ ഇരിക്കുന്നതിനാൽ ആർക്കും ഹാക്ക് ചെയ്യാൻ കഴിയില്ല. എന്നാൽ എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പരിശോധനയ്ക്കായി കുറച്ചു സമയത്തേക്ക് അത് വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തും. അതാണ് അത് മോഷ്ടിക്കാനുള്ള ഏക അവസരം. ആ സർവർ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ ബാബിലോണിനെ സമ്മർദ്ദത്തിലാക്കി ജിയാന്റെ ജീവിതം എന്നേക്കുമായി സുരക്ഷിതമാക്കാമെന്ന് ജിൻമാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം വർഷങ്ങളായി തന്റെ ശത്രുവായ ബെയിലിനെ ഇല്ലാതാക്കാനും അദ്ദേഹം തീരുമാനിക്കുന്നു. ഈ ദൗത്യത്തിനായി ടീം വളരെ സൂക്ഷ്മമായി തയ്യാറെടുക്കുന്നു. ചിയോൾ സുങ് സുരക്ഷാ ജീവനക്കാരനായ കിം ജങ് ഹോയുടെ ഫോൺ ഹാക്ക് ചെയ്ത് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വിവരങ്ങൾ പകർത്തുന്നു. തുടർന്ന് ബെയിലിന്റെ മുഖം പോലെ തന്നെയുള്ള അത്യന്തം യഥാർത്ഥമെന്ന് തോന്നിക്കുന്ന ഒരു പ്രോസ്തെറ്റിക് മാസ്കും നിർമ്മിക്കുന്നു. അതുപയോഗിച്ചാണ് ജിൻമാൻ ബാബിലോണിന്റെ കേന്ദ്രത്തിലേക്ക് കടക്കുന്നത്. പാസിനും ചിയോൾ സുങ്ങും എക്സ്റേയിൽ പോലും കണ്ടെത്താനാകാത്ത പ്രത്യേക വസ്തുക്കൾ കൊണ്ട് മൂടിയ ബാരലുകൾക്കുള്ളിൽ ഒളിച്ച് മാലിന്യ ട്രക്കിൽ കയറി കേന്ദ്രത്തിനുള്ളിലേക്ക് കടക്കാൻ തയ്യാറാവുന്നു.
ചെറിയൊരു പിഴവ് പോലും സംഭവിച്ചാൽ മുഴുവൻ പദ്ധതി തകരുമെന്ന് എല്ലാവർക്കും അറിയാം. അതേസമയം ജിയാൻ ജിൻമാനെ ഫോണിൽ വിളിക്കുന്നു. പക്ഷെ ഫോൺ എടുക്കുന്നത് പാർക്ക് ജിൻവു ആണ്. ജിൻമാൻ മരിച്ചുവെന്ന ദുഃഖവാർത്ത അദ്ദേഹം ജിയാനെ അറിയിക്കുന്നു. സ്വന്തം അങ്കിൾ ശരിക്കും മരിച്ചുവെന്ന് വിശ്വസിച്ച് ജിയാൻ തകർന്നു പോവുകയാണ്. എന്നാൽ ഇതെല്ലാം ജിൻമാന്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന കാര്യം അവൾക്കറിയില്ല. മറുവശത്ത് യോങ് ഹാൻ മിസ്റ്റർ കിമ്മിനെ കണ്ടുമുട്ടി ജിൻമാനെതിരെ പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നു. ബാബിലോണിൽ ഉയർന്ന പദവിയും വലിയ തുകയും വാഗ്ദാനം ചെയ്ത് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. ജിൻമാൻ ഇല്ലാത്ത ഭാവിക്കായി ബാബിലോൺ ഇതിനോടകം തന്നെ തയ്യാറെടുക്കുകയാണെന്ന് ഈ രംഗം വ്യക്തമാക്കുകയാണ്. ഇതിനിടെ മിഷൻ ആരംഭിക്കുന്നു. പാർക്ക് ജിൻവു മാലിന്യ ട്രക്ക് ഓടിച്ച് ബാബിലോണിന്റെ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുന്നു. ട്രക്കിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് പാസിനും ചിയോൾ സുങ്ങുമാണ്. അകത്ത് കടന്ന ശേഷം ജിയാനെ ആക്രമിക്കാൻ നിരവധി ബാബിലോൺ അംഗങ്ങൾ പുറപ്പെട്ടതായി അവർ കാണുന്നു. അവർ ഉടൻ തന്നെ ജിൻമാനെ വിവരമറിയിക്കുന്നു. അതേസമയം ബ്രദറിൽ നിന്ന് ജിൻമാനെ മറ്റൊരു സന്ദേശവും ലഭിക്കുന്നു. മിൻഹോയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നും പാസിൻ ഉടൻ മടങ്ങി ജിയാനെ സഹായിക്കണമെന്നും ബ്രദർ ആവശ്യപ്പെടുന്നു. മിഷൻ വലിയ തിരിച്ചടിയായാലും ജിയാന്റെ സുരക്ഷയാണ് പ്രധാനമെന്ന് കരുതി ജിൻമാൻ പാസിനെ തിരികെ അയക്കുകയാണ്. ഇനി ചിയോൾ സുങ് ഒറ്റയ്ക്കാണ് ദൗത്യം തുടരുന്നത്. വെന്റിലേഷൻ വഴിയായി അകത്ത് കയറി കെട്ടിടത്തിന്റെ CCTV സംവിധാനം ഹാക്ക് ചെയ്യുന്നു. തുടർന്ന് സെർവർ മുറിയുടെ മുകളിലായി ഒളിച്ചു കാത്തിരിക്കുന്നു. 3 മണിയായപ്പോൾ ജീവനക്കാർ സെർവർ വെള്ളത്തിൽ നിന്ന് ഉയർത്തുകയാണ്. അവസരം നഷ്ടപ്പെടാതെ ചിയോൾ സുങ് താഴേക്കിറങ്ങി കാവൽക്കാരനെ ബോധരഹിതനാക്കുകയും സെർവർ വീണ്ടും താഴേക്ക് പോകുന്നത് തടയുകയും ചെയ്യുന്നു. ഉടൻ തന്നെ സെർവറിന് ചുറ്റും സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ബോധം വീണ്ടെടുത്ത ഗാർഡ് എമർജൻസി അലാറം അമർത്തുന്നതോടെ മുഴുവൻ കേന്ദ്രവും ജാഗ്രതയിലാകുന്നു. ഇതിനിടെ ബെയിലിന്റെ മുഖംമൂടി ധരിച്ച ജിൻമാൻ കേന്ദ്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഒരേ സമയം 2 ബെയിലുകൾ രേഖപ്പെടുത്തിയതോടെ സുരക്ഷാ വിഭാഗത്തിന് ചെറിയ സംശയം തോന്നുകയാണ്. എന്നാൽ ചിയോൾ സുങ് ഹാക്കിംഗ് ഉപയോഗിച്ച് റെക്കോർഡുകൾ തിരുത്തി ആ പ്രശ്നം പരിഹരിക്കുന്നു. ജിൻമാൻ നേരെ പോകുന്നത് ആയുധ ശേഖരത്തിലേക്കാണ്. അവിടേക്ക് പോയി സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാൻ തുടങ്ങുന്നു. പക്ഷേ ബാബിലോണിന്റെ അത്യാധുനിക സുരക്ഷാ റോബോട്ടുകൾ അദ്ദേഹം യഥാർത്ഥ ബെയിൽ അല്ലെന്ന് തിരിച്ചറിയുകയാണ്. ഉടൻ തന്നെ അവ അദ്ദേഹത്തെ ആക്രമിക്കുകയും കനത്ത പോരാട്ടം ആരംഭിക്കുകയും ചെയ്യുന്നു. ഇതോടെ പഴയ സംഭവങ്ങളിൽ നിന്നും കഥ ആദ്യ രംഗങ്ങളിലേക്ക് തിരിച്ചെത്തുന്നു. ജിൻമാൻ മതിൽ തകർത്തു കടന്ന് ഒടുവിൽ യഥാർത്ഥ ബെയിലിനെ നേരിടുന്നു. ഇരുവരും തമ്മിൽ അതിശക്തമായ കയ്യാങ്കളി നടക്കുന്നു. വലിയ അരി സംഭരണ കേന്ദ്രത്തിന് മുകളിലുള്ള ഇടുങ്ങിയ പാലത്തിലൂടെ പോരാട്ടം നീളുന്നു. ആർക്കും മറ്റേയാളെ എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയുന്നില്ല. ഒടുവിൽ ബെയിൽ മനഃപൂർവ്വം പാലത്തിൽ നിന്ന് താഴേക്ക് ചാടുന്നു. താഴെ നിറച്ചു വെച്ചിരുന്ന അരിക്കൂമ്പാരം വീഴ്ചയുടെ ആഘാതം കുറയ്ക്കുന്നതിനാൽ അവൻ രക്ഷപ്പെടുകയാണ്. അങ്ങനെ അവരുടെ ഏറ്റുമുട്ടൽ അവസാനിക്കാതെ തുടരുന്നു. എന്നാൽ പുറത്ത് ചിയോൾ സുങ് സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയാണ്. വൻ സ്ഫോടനത്തിൽ ഭൂമി പിളർന്ന് സെർവർ ഉണ്ടായിരുന്ന ഭാഗം പുറത്തേക്ക് വരുന്നു. അതേസമയം ജിൻമാൻ നിരവധി ശത്രുക്കളെ മറികടന്ന് മേൽക്കൂരയിലേക്ക് ഓടുന്നു. അവിടെ ഹെലികോപ്റ്ററുമായി പാർക്ക് ജിൻവുവും ചിയോൾ സുങ്ങും കാത്തിരുന്നിരുന്നു. ഹെലികോപ്റ്ററിന് താഴെ മോഷ്ടിച്ച സെർവർ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. ജിൻമാൻ മേൽക്കൂരയിൽ നിന്ന് ചാടി ഹെലികോപ്റ്ററിലെത്തി സുരക്ഷിതമായി രക്ഷപ്പെടുന്നു. ബാബിലോണിന്റെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ എല്ലാം ഇനി ജിൻമാന്റെ കൈവശമാണ്. എ ഷോപ്പ് ഫോർ കില്ലേഴ്സ് സീസൺ 2വിന്റെ ആദ്യ എപ്പിസോഡിന്റെ അവസാന ഭാഗത്തിൽ സീസൺ 1ന്റെ അവസാന രംഗം വീണ്ടും കാണിക്കുന്നു. ജിൻമാൻ ഒരു കാറിൽ നിന്ന് ഇറങ്ങി ജിയാനെ കാണുന്ന അതേ രംഗമാണ് അത്. അപ്പോഴാണ് സീസൺ 1ൽ നടന്ന ആ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് ഇത്രയും വലിയ സംഭവങ്ങൾ നടന്നിരുന്നുവെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുന്നത്. അങ്ങനെ ജിയാൻ അമ്മാവനായ ജിൻമാൻ മരിച്ചിട്ടില്ല എന്ന സത്യം മനസ്സിലാക്കുകയാണ്. അവസാന രംഗം ജപ്പാനിലെ ഒസാക്കയിലെ സിഗ്മ എന്ന നൈറ്റ് ക്ലബിലേക്കാണ് മാറുന്നത്. അവിടെ ഒരു അജ്ഞാത സ്ത്രീക്ക് ഒരു ഫോൺ കോൾ ലഭിക്കുന്നു. മറുവശത്തുള്ള ആൾ ജിയോങ് ജിൻമാനെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. ചെറിയൊരു പുഞ്ചിരിയോടെ അവൾ ഉണ്ട് എന്ന് മറുപടി പറയുകയാണ്. ജിൻമാനുമായി അവൾക്ക് പഴയ ബന്ധമുണ്ടെന്നും ഇനി വരുന്ന എപ്പിസോഡുകളിൽ അവൾ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാകുമെന്നും ഈ രംഗം സൂചന നൽകിക്കൊണ്ടാണ് ആദ്യ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എ ഷോപ്പ് ഫോർ കില്ലേഴ്സ് എന്ന ഡ്രാമയുടെ സീസൺ 2വിന്റെ ആദ്യ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.